ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ടയുടെ ഡിയോ വണ്ടി ജനസർവീസായിട്ട് കയറ്റിയതാണ്. ജനസർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം കഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ ചെക്ക് ചെയ്ത് വന്ന സമയത്ത് ബാക്ക് ടയറിൻ്റെ കണ്ടീഷനൊക്കെ നല്ല ക്ലിയറാണ്. നല്ല ടയർ കിടക്കണം. അപ്പോൾ അതിൻ്റെ സാപ്പർ മോഡൽ നല്ല കമ്പനി മോഡൽ ടയറാണ് കിടക്കണത് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ബ്രേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ട് വീൽ അഴിച്ച് നിർത്തിയേക്കാണ്. അതിന് ശേഷം നമ്മൾ ബാക്കും കൂടി അഴിച്ചിട്ട് ബ്രേക്ക് ക്യാമ് കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ഫിൽറ്ററാണ്. കമ്പനി ഫിൽറ്ററിൻ്റെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കുന്നത്. നമുക്ക് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് ശരിക്കും 10,000 കിലോമീറ്റർ കൂടുമ്പോൾ ചേഞ്ച് ചെയ്താൽ മതി. ഇത് മാറ്റിയിട്ട് ഒരുപാട് ആയിട്ടില്ല. ക്ലച്ചിൻ്റെ ഭാഗമായി നമ്മൾ നോക്കുമ്പോൾ ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ബെൽറ്റ് വർക്ക് ചെയ്തിട്ടും ക്ലച്ച് ഷൂ വർക്ക് ചെയ്താണ് പൊടി വയ്ക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എയർ അടിച്ച് ക്ലീനാക്കുക, റീസെറ്റ് ചെയ്യാം. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിലെ ഒലിസിൽ വേറെ പറയത്തക്ക ലീക്കേജ് ഒന്നുമില്ല. ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡിൽ നിന്നും ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ബെൻഡെക്സ് യൂണിറ്റിൻ്റെ വർക്കിംഗ് ഒക്കെ ചെക്ക് ചെയ്തു, നിലവിൽ ഓക്കെയാണ്. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ, അതിൻ്റെ തേമാനമൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളൊക്കെ ഉള്ളൂ. ക്ലച്ച് ഔട്ടർ യൂണിറ്റാണ്. ക്ലച്ച് ഔട്ടറിനകത്ത് ക്ലച്ച് ഷൂ പിടിച്ചാനായിട്ടൊന്നുമില്ല. നിലവിൽ നമുക്ക് പേപ്പർ ഇട്ടൊന്ന് പിടിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ക്ലച്ച് ഷൂ ആയാലും വേറെ തേമാനോ കാര്യമായിട്ടൊന്നുമില്ല. വർക്കിങ്ങും ഓക്കെയാണ്. ഗ്രീസിങ് ഓൾറെഡി കഴിഞ്ഞ സർവീസിലൊക്കെ ചെയ്തേക്കണതാണ്. തന്നെയല്ല നമുക്ക് അതിനുള്ള പ്രോബ്ലം കാണുന്നില്ല കേട്ടോ. ഗ്രീസിങ് വരാമെന്ന് വെച്ചാൽ നമുക്ക് ഈ സൈഡിലൊക്കെ തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രസൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അഴിക്കേണ്ടുള്ളൂ. തന്നെയല്ല നമുക്ക് പെർഫോമൻസ് വർക്കിംഗ് ബേസ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തും ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ എഞ്ചിൻ ഹെഡിൻ്റെ അവിടെ ചെറിയൊരു ലീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ അറിയാം ഈ സൈഡിലൊക്കെ ലീക്കേജാണ്. ഓയിൽ വന്നിട്ട് പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ റബ്ബറിൻ്റെ ബീഡിങ് ഗ്യാസ്കറ്റും ആ മൗണ്ട് റബ്ബർ, ഈ ബോൾട്ടിൻ്റെ ഉള്ളിൽ 2 റബ്ബറുണ്ട്. അത് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആയിക്കോളൂ കേട്ടോ. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എഞ്ചിൻ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ വരാം, ഈ മോഡൽ വരാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ നോക്കി, ലൈനറൊക്കെ നല്ല ലൈനറാണ്. ക്യാം ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റിയേക്കാം. പിന്നെ അതേപോലെ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. MRFൻ്റെ ടയർ കിടക്കണം. സാപ്പർ മോഡലാണ്, കമ്പനി വന്ന മോഡലാണ്. ഇത് തന്നെയാണ് നല്ല ടയർ കേട്ടോ. ഡിസൈൻ ബേസിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ നമുക്ക് തന്നെയാണ്. കമ്പനി വന്നതും ഈ ടയർ തന്നെയാണ്. അപ്പോൾ ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. നമുക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല. നമുക്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ബുഷുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. നമുക്ക് ഇടയ്ക്ക് സെൽഫ് എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അത് നമ്മൾ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്, അത് ഇരിക്കണ ബാറ്ററി കേട്ടോ. നമുക്ക് അതിൻ്റെ ഇയറൊക്കെ നോക്കുമ്പോൾ 2000 ഇത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ്, അതും ഇരിക്കണ ബാറ്ററി. നമ്മളതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ 12.5 വോൾട്ട് കാണിക്കുന്നുണ്ട്. 12.62 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുക. ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആണ് നമുക്ക് ആ സെൽഫ് ഇടയ്ക്ക് എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുന്നത്. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് ക്ലിയറായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റി വെച്ചാൽ തന്നെയാണ് റെഡി ആവുള്ളൂ. കാരണം നമുക്കിത് വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററി, അതായത് വണ്ടി മേടിച്ചപ്പോൾ വന്ന ബാറ്ററിയാണ്. ഇതിന് മാറുന്ന ടൈമൊക്കെ ഓൾറെഡി ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ സ്പാർ പ്ലഗിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്നുണ്ട്. എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ച് മാറ്റിയേക്കണതാണ്. നിലവിലിപ്പോൾ മാറ്റാനുള്ള കിലോമീറ്റർ ഒന്നും ആയിട്ടില്ല. ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതുകൂടാതെ നമ്മളതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളുള്ളൂ. ജനറലായിട്ട് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന സർവീസ് വർക്ക് മാത്രമേ മെയിനായിട്ടുള്ളൂ. അതിനകത്ത് കംപ്ലയിൻസ് എന്ന് പറയാനായിട്ട് ബാറ്ററിയാണ് നമുക്ക് ഡാമേജ് ആയിട്ടുള്ളത്. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ അവിടുത്തെ ആ ലീക്കുമാണ് ഒരു പ്രോബ്ലമായിട്ട് നമുക്ക് നിലവിൽ ഫീൽ ചെയ്യാം. അപ്പോൾ ഞാനതിൻ്റെ ബാറ്ററി അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ. വണ്ടി റാമ്പിലാണ്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരമാവധി മാക്സിമം കണ്ടു കഴിയുമ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ഇടാനായിട്ടൊന്ന് ശ്രമിക്കണേ. ഓക്കെ.